ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പ്രതിഷേധം വരും, അതിനോട് പ്രതികരിക്കേണ്ടി വരും, ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന് UDFന് അതിനുള്ള അവകാശമുണ്ട്. അവർ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഉപതെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ചിലപ്പോൾ അതിന് മറ്റു ചില മാനങ്ങൾ കൂടി കൈവരും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ അന്നും ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്തത് ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞു. അത് അനുചിതമായി, അത് ശരിയല്ല, അതൊരു ഘട്ടത്തിലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ സമയത്ത് ഏതെങ്കിലും അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി ജില്ലാ ആശുപത്രിയിലേക്ക് ആ വഴി വന്നിരുന്നെങ്കിലോ, അപ്പോൾ ദുരന്തം മറ്റൊരു രൂപത്തിലേക്ക് വരും. അത് ഉത്തരവാദിത്ത ബോധമുള്ളവർ ചെയ്യുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഞങ്ങളുടെ നേതാവിനെ തന്നെ, ഞങ്ങളുടെ PB അംഗത്തെ തന്നെ അവിടെ തടയുന്ന നില വന്നു. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വാഹനമൊക്കെ കിട്ടുക. അദ്ദേഹം ആശുപത്രിയിലേക്ക് വരികയാണ്. അദ്ദേഹം വന്നത് ആശുപത്രിയിൽ കിടക്കുന്ന ഈ അപകടത്തിൽ പരിക്കേറ്റ ആളെ സന്ദർശിക്കാനാണ് വന്നത്. അതേസമയം മറ്റൊരു വാഹനത്തിൽ ഒരു രോഗി വന്നാലും ഇതേ അനുഭവമല്ലേ. അതാണ് ഞങ്ങൾ പറഞ്ഞത്, എന്തിൻ്റെ പേരിലായാലും ആശുപത്രിയിലേക്കുള്ള പാത ഉപരോധിക്കുന്നത് മനുഷ്യത്വരഹിതമാണ്, വീണ്ടും വിചാരമില്ലായ്മയാണ്. അത് ഇവിടുത്തെ നേതാക്കന്മാരല്ല എന്നാണ് കേട്ടത്, പുറമേ നിന്ന് വന്നവരാണെന്നാണ് കേട്ടത്. അത് നേതാക്കന്മാരൊരിക്കലും അതിന് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് പ്രതിഷേധമൊക്കെ ഏത് വേണമെങ്കിലും ആവട്ടെ. മന്ത്രിയുടെ പ്രസ്താവന ഇതിനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി പിന്നെ നടന്ന ആ നിമിഷത്തിൽ തന്നെയൊക്കെ വന്നിട്ടുള്ളൊരു കാര്യമായിരിക്കും. മന്ത്രി പിന്നീട് എന്താ വിശദീകരിച്ചതെന്നും എനിക്കറിയില്ല. അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്വ ബോധമുള്ള ആളുകൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ വിശദീകരിക്കും. അത് അവിടെ അവസാനിക്കുന്നൊരു കാര്യമാണ്.